അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Question number 2. According to the provisions of the Indian Contract Act 1872, define the following terms with reference to the contract of guarantee. അതിൻ്റെ റെഫറൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് ടേംസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടേമാണ് നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഒരു കുഞ്ഞു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരാളിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പം പൈസ തരുന്ന ആളെ ക്രെഡിറ്ററിനും പൈസ വാങ്ങുന്ന എന്നെ ഡെപ്റ്ററിനുമാണ് വിളിക്കുക. അപ്പം എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് മറ്റാൾക്ക് ക്രെഡിറ്റർക്ക് വിശ്വാസമില്ല. അപ്പം ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്, അതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തത്. എനിക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല, അപ്പം അതുകൊണ്ട് എന്നെ വിശ്വാസമില്ല. അപ്പോൾ എനിക്ക് ആകെ കൂടെ ഉള്ള ഇൻകം എന്ന് പറഞ്ഞാൽ കേക്ക് ബിസിനസ് മാത്രമാണ്. അപ്പം എൻ്റെ ഫാദർ പറയാണ്, ഞാൻ ഗ്യാരണ്ടി ഇവളെന്തായാലും ഒരു മാസം കഴിയുമ്പോൾ ക്രെഡിറ്ററുടെ പൈസ തന്നിരിക്കും, ഞാൻ ഗ്യാരണ്ടി നിൽക്കാം ഇവൾക്ക്, ഇനി ഇവൾ തന്നില്ലെങ്കിൽ ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാദർ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുകയാണ്. ഫാദർ ഒരു ഷുവർട്ടി കൊടുക്കുകയാണ് അയാൾക്ക്. ഫാദറിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റർ എനിക്ക് പൈസ തരുന്നു. അപ്പോൾ ഇവിടെ 3 പേരാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുതിയതായിട്ട് വന്ന ഫാദറില്ലേ, ആ ഫാദറിനെയാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഷുവർട്ടി ഉണ്ടാവും, പ്രിൻസിപ്പാൽ ഡെപ്റ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്രെഡിറ്ററും ഉണ്ടാവും ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ. അപ്പം ഷുവർട്ടി എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്, എൻ്റെ ഇപ്പോൾ ഫാദറാണ് ഇവിടുത്തെ ഷുവർട്ടി. ഓക്കെ, അപ്പം ഫാദറിൻ്റെ ലയബിലിറ്റിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെയാണ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഇനിയിപ്പോൾ ഫാദർ ആ സമയത്ത് ഇപ്പോൾ ഞാൻ പൈസ കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഫാദറിൻ്റെ അടുത്തേക്ക് വരികയാണ് ക്രെഡിറ്റർ, മോള് പൈസ തന്നിട്ടില്ല, അപ്പോൾ ഫാദർ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. കാരണം താങ്കളല്ലേ ഷുവർട്ടി ആയിട്ട് നിന്നിരുന്നതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എങ്ങാനും ഫാദർ പറയാണ്, ഞാനങ്ങനെ ആ സമയത്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ, അങ്ങനെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടീനെ തെറ്റിക്കലാണല്ലേ ചെയ്തത്. അപ്പം ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഷുവർട്ടി, അപ്പോൾ ഷുവർട്ടി തന്നെക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ഈ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുകയാണ് എങ്ങനെ, ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. വാലിഡായിട്ടല്ല അത് ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നത്, ഇൻവാലിഡായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം അതായത് ഇങ്ങനെ ന്യായമില്ലാത്ത രീതിയിലാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്രെഡിറ്റർക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആർക്കെതിരെ? ഈ ഷുവർട്ടിക്കെതിരെ, പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റർക്കെതിരെയും. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പോൾ ഷുവർട്ടിയുടെ ലയബിലിറ്റി, ഷുവർട്ടിയുടെ ബാധ്യതയുടെ നേച്ചറും അതിൻ്റെ എക്സ്റ്റെൻറ്റും, എത്രത്തോളം ബാധ്യസ്ഥനാണ് ഈ ഷുവർട്ടി എന്നുള്ളതൊക്കെയാണ് സെക്ഷൻ 128 പറയുന്നത്. സെക്ഷൻ 128, 1, 2, 3ക്ക് പകരം 8. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. 128 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. അപ്പോൾ ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി എഴുതുക. അതിന് മുമ്പേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ക്വസ്റ്റ്യൻ ആയാലും, ക്വസ്റ്റ്യൻ 1 ആയാലും ക്വസ്റ്റ്യൻ 2 ആയാലും അതിലത്തെ സബ് ക്വസ്റ്റ്യൻ ABC അങ്ങനെയൊക്കെ എല്ലാതും ഒരു ഫ്രഷ് പേജിൽ തുടങ്ങുക. ഓക്കെ, ഫ്രഷ് പേജിൽ തുടങ്ങുക. അപ്പോൾ ക്വസ്റ്റ്യൻ 2 എന്ന് എഴുതിയിട്ട് C ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം C എന്ന് വെച്ചാൽ സബ്സെക്ഷൻ C ആണെങ്കിൽ C, A ആണെങ്കിൽ A, B ആണെങ്കിൽ B, അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ കുറച്ച് നല്ലൊരു ഇംപ്രഷൻ കിട്ടും ആ ഒരു വാല്യൂർക്ക്. പിന്നെ അപ്പം എന്താ പറഞ്ഞത്, നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പം അതിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കാം, എത്രത്തോളം ബാധ്യസ്ഥനാണ് ഈ ഷുവർട്ടി, എൻ്റെ ഫാദർ. നോക്കാം. ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് with that of the principal debtor unless it is otherwise provided by the contract. വളരെ സിമ്പിളാണ്. ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പാൽ ഡെപ്റ്ററുടെ ലയബിലിറ്റി പോലെ തന്നെയാണ്, സെയിം ആസ് എന്നുള്ള മീനിങ് ആണ് കോ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ, സെയിം ആസ്. അപ്പോൾ ഈ കോ എക്സ്റ്റെൻസീവ് എന്നൊക്കെ പറഞ്ഞത് കീവേഡാണ്. അപ്പോൾ അതെന്തായാലും അണ്ടർലൈനൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം അൺലെസ് ഇറ്റ് ഈസ് അതർവൈസ് പ്രൊവൈഡഡ് ബൈ ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇനി ഇതിനെ ഇപ്പോൾ കോൺട്രാക്റ്റിൽ വേറെ രീതിയിലെങ്ങാനും എന്തെങ്കിലും സ്പെഷ്യൽ ക്ലോസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയല്ല അതായത് ഇപ്പോൾ ഷുവർട്ടിയുടെയും പ്രിൻസിപ്പാൽ ഡെപ്റ്ററുടെയും ബാധ്യതകൾ 2 ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രത്യേകമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം
ഇവരുടെ ലയബിലിറ്റി ഡിഫറെൻ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവരുടെ ലയബിലിറ്റി ഒന്ന് തന്നെയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന ഡേറ്റ് ആണ് സമയത്ത് ഒന്നില്ലെങ്കിൽ ഷുവർട്ടി, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാൾ ഡെപ്റ്റർ കൊടുത്തിരിക്കണം. ശരിക്കും കൊടുക്കേണ്ടത് ആരാ? പ്രിൻസിപ്പാൾ ഡെപ്റ്റർ കൊടുത്തില്ലെങ്കിൽ അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഷുവർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾ ഡെപ്റ്റർ അൺലെസ് ഇറ്റ് ഈസ് അതർവൈസ് പ്രൊവൈഡഡ് ബൈ ദ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൽ വേറെ രീതിയിൽ പറയുന്നത് വരെ ഇത് തന്നെയാണ്. The liability of surety is of secondary nature as he is liable only on default of principal debtor. പിന്നെ പറയുന്നുണ്ട് ലയബിലിറ്റി ഇയാൾക്ക് രണ്ടാമതാണ് ഉള്ളത് അല്ലേ? അത് ശരിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രിൻസിപ്പാൾ ഡെപ്റ്ററാണ് ആദ്യം കൊടുക്കാൻ ബാധ്യസ്ഥൻ. അപ്പോൾ അദ്ദേഹം കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഷുവർട്ടി അന്നത്തെ ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ രണ്ടാമതല്ല ഇപ്പം ഞാൻ ഷുവർട്ടിനെ പറ്റി പറഞ്ഞത്, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ രസമാണല്ലോ. ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ഓഫ് സെക്കൻഡറി നേച്ചറാണ് ആസ് ഹീ ഈസ് ലയബിൾ. അപ്പോൾ സെക്കൻഡറി നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അത് വീണ്ടും അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡറി നേച്ചറാണ് ആസ് ഹീ ഈസ് ലയബിൾ ഓൺലി ഓൺ ഡിഫോൾട്ട് ഓഫ് പ്രിൻസിപ്പാൾ ഡെപ്റ്റർ. എപ്പോഴാണ് അദ്ദേഹം ലയബിൾ ആവുന്നത്? ഓൺലി ഓൺ ദ ഡിഫോൾട്ട് ഓഫ് ദ പ്രിൻസിപ്പാൾ ഡെപ്റ്റർ. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് വേർ എ ഡെപ്റ്റർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഓൺ അക്കൗണ്ട് ഓഫ് എനി ഡിഫെക്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഓൾസോ സീസസ്. സാധാരണ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഡെപ്റ്റർ ഈ ഡോക്യുമെൻറ്റിൽ ഡെപ്റ്റർ ലയബിൾ അല്ലാത്ത അവസ്ഥയാവില്ലേ? ഡെപ്റ്റർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, ഡെപ്റ്റർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ് ഈ ഡോക്യുമെൻറ്റ് സംബന്ധിച്ച്, ഡെപ്റ്ററുടെ ബാധ്യതയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണ്. അതിൻ്റെ അർത്ഥം ക്രെഡിറ്റർ ചിലപ്പോൾ രണ്ട് ഗഡുവായിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. മീൻസ് 50,000 അറ്റ് എ ടൈം, പിന്നെ 50,000 വേറെ ടൈം. അപ്പം ആ രണ്ടാമത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 50,000 ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഡോക്യുമെൻറ്റിൽ ഒരു പ്രശ്നം പറ്റിയില്ലേ, ഒരു ഡിഫെക്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ് പറ്റി. അപ്പം അത് ആരെയും കൂടിയും ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഷുവർട്ടീനെയും കൂടിയും ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്താണോ ഡെപ്റ്റർക്കുള്ള ലയബിലിറ്റി അത് മാത്രമേ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഉള്ളൂ എന്നാണ്. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുമോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ 4 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാമെന്ന്. അപ്പം നമുക്ക് ഈ പഠിച്ച 4 പോയിൻറ്റിൽ ഒരു പോയിൻ്റ് എടുത്ത് എഴുതുക, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 128 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ശരിക്കും ഡെപ്റ്ററുടെ ലയബിലിറ്റി സെയിം ആണോ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് തരുക. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റണ്ടേ? അപ്പോൾ അതിന് നമ്മൾ ഇത് പഠിച്ച് വെക്കണം. അപ്പോൾ എന്ത് എഫേർട്ട് എടുത്താലും അതൊന്നും വേസ്റ്റ് അല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ICIക്ക് എപ്പോഴും എല്ലാ എക്സാം കഴിഞ്ഞാലും സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കൊടുക്കണം. അതൊരു റൂളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പുറത്തുനിന്ന് എടുത്ത് ഉണ്ടാക്കി ഇനി നമുക്ക് വേണ്ടി ഉണ്ടാക്കി എഴുതുകയൊന്നും ചെയ്യില്ല. അവർ കോപ്പി പേസ്റ്റ് അടിക്കുകയേ ചെയ്യുള്ളൂ. അപ്പം കോപ്പി പേസ്റ്റ് അടിക്കുക മീൻസ് വേറെ പണ്ടത്തെ മോക്ക് ടെസ്റ്റ് പേപ്പറിൽ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പണ്ടത്തെ ആൻസേഴ്സൊക്കെ കോപ്പി പേസ്റ്റ് അടിച്ച് എഴുതും. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളും വിഷമിക്കരുത്. ഈ സംഭവങ്ങൾ പഠിച്ചാൽ തന്നെ ഈ 611 ക്വസ്റ്റ്യൻ പഠിച്ചോ പാസ്സായിരിക്കും. ദിസ് ഇസ് മൈ ഗ്യാരണ്ടി. അപ്പം അവർക്ക് വേറെ പണിയില്ല. വേറെ ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് ആൻസർ കീയൊക്കെ ഉണ്ടാക്കാൻ അതൊന്നും ചെയ്യില്ല. പക്ഷേ ഈ സംഭവങ്ങളും ഈ ട്രിക്കൊന്നും പറഞ്ഞുതരാൻ എനിക്കാരും ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ എം പ്രൊവൈഡിങ് ഓൾ ഓഫ് ദിസ് തിങ്സ് ടു യു. അപ്പം അത്രേ ഉള്ളൂ. സിമ്പിൾ എക്സാമാണ്, വളരെ സിമ്പിളാണ്. അപ്പം പഠിച്ചെഴുതിക്കോ, അതിൻ്റെ കുടുംബത്തിൽ സ്റ്റാർ ആയിക്കോ. അപ്പം വേറെ ഡെപ്റ്റർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഓൺ അക്കൗണ്ട് ഓഫ് എനി ഡിഫെക്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ്. കണ്ടോ, ഡെപ്റ്റർ ലയബിൾ ആവേണ്ട ആവശ്യമില്ലെന്ന്. ഡെപ്റ്റർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ബിക്കോസ് ഓഫ് ദ ഡിഫെക്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഓൾസോ സീസസ്. അപ്പം അതേപോലെ തന്നെ ഷുവർട്ടീൻ്റെ ലയബിലിറ്റി അത്രയ്ക്ക് തന്നെ ഉള്ളൂ. എന്താണോ ഡെപ്റ്ററുടെ ലയബിലിറ്റി, സീസസ് എന്ന് പറഞ്ഞാൽ നിർത്തും എന്നാണ് അർത്ഥം. എവിടം വരെയാണോ ഡെപ്റ്റർ ലയബിൾ ആവുന്നത് അതേവരെ നമ്മുടെ ഷുവർട്ടീൻ ലയബിൾ ആവുന്നുള്ളൂ. അപ്പം എ ക്രെഡിറ്റർ മേ
നാലാമത്തെ പോയിൻ്റാണ് എ ക്രെഡിറ്റർ മേ ചൂസ് ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് എ ഷുവർട്ടി ഫസ്റ്റ്. അപ്പം ക്രെഡിറ്റർ മേ ചൂസ് ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് എ ഷുവർട്ടി ഫസ്റ്റ്. അപ്പം ക്രെഡിറ്റർ ആദ്യം സമീപിക്കുന്നത് ഷുവർട്ടീനെ ആണെങ്കിൽ, ഇപ്പം എൻ്റെ ഫാദറിനെയാണ് ക്രെഡിറ്റർ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർ മേ ചൂസ്, കണ്ടോ, അൺലെസ് ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി എന്ന് വെച്ചാൽ സിമ്പിളാണ്. ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഷുവർട്ടിയെ സമീപിക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊന്നും എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ സമീപിക്കാൻ പാടില്ല, രണ്ടാമത് മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സമീപിക്കാൻ പറ്റില്ല. അതാണ് അൺലെസ് ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. അപ്പം ഇതിനോട് ഓപ്പോസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഷുവർട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എഗ്രിമെൻറ്റിൽ ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ പൈസ കിട്ടണമെന്നാണല്ലോ നമ്മൾ ആവശ്യം എങ്ങനെയെങ്കിലും ക്രെഡിറ്ററിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയാണ് ഈ ഫസ്റ്റ് വേണമെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പൊക്കോ, അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ക്രെഡിറ്റർ പറയും എന്നാൽ ഓക്കെ, ഞാൻ എന്തായാലും ഈ പൈസ തരാം. അത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഫസ്റ്റ് വേണമെങ്കിൽ ഫാദറിൻ്റെ അടുത്ത് പൊക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എ ക്രെഡിറ്റർ ക്യാൻ ചൂസ് ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് ഷുവർട്ടി ഫസ്റ്റ്. അപ്പം അൺലെസ് ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. അപ്പം ചിലപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ ഞാൻ പറയും ഫസ്റ്റ് എൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, എൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ പാടുള്ളൂ എന്ന് എഗ്രിമെൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിളാണല്ലേ ചീള് കേസ്. നോക്കിയേ, എ ക്രെഡിറ്റർ മേ ചൂസ് ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് ഷുവർട്ടി ഫസ്റ്റ് അൺലെസ് ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. ഇതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ എന്തായാലും ആദ്യം തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്രെഡിറ്റർക്ക് ടു ദ ഷുവർട്ടി ഫസ്റ്റ്. അതാണ് നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പോൾ ഓരോ കുഞ്ഞു പോയിൻ്റായിട്ട് മനസ്സിൽ ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ട്, ആദ്യം തന്നെ രണ്ടു പേരുടെയും ലയബിലിറ്റി, പ്രിൻസിപ്പാൾ ഡെപ്റ്ററുടെയും ഈ ഷുവർട്ടിയുടെയും ലയബിലിറ്റി എക്സ്റ്റെൻസീവാണ്, സെയിം ആണ്. അതുപോലെ തന്നെ ഈ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി നേച്ചറാണ്. എന്തുകൊണ്ട് സെക്കൻഡറി നേച്ചർ എന്ന് പറയാൻ കാരണം, നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ ഡിഫോൾട്ടും വരുത്തി കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. അതുകൊണ്ട് സെക്കൻഡറി നേച്ചറാണ്. പിന്നെ വളരെ സിമ്പിളാണല്ലേ, ഈ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡെപ്റ്ററുടെ ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഷുവർട്ടിൻ്റെ ലയബിലിറ്റി കുറയും. ഓക്കെ, ഡെപ്റ്റർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ആണെങ്കിൽ ഷുവർട്ടി ഈസ് ഓൾസോ കനോട്ട് ബി ഹെൽഡ് ലയബിൾ. ഓക്കെ, ഷുവർട്ടീൻ്റെ ലയബിലിറ്റി ഓൾസോ സീസസ്. പിന്നത്തത് ഫസ്റ്റ് തന്നെ ഷുവർട്ടീനെ ഫസ്റ്റ് തന്നെ സമീപിക്കാൻ പറ്റും, പ്രൊസീഡ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റർക്ക്. എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എഗ്രിമെൻറ്റിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. പക്ഷേ എഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എ ക്രെഡിറ്റർ മേ ചൂസ് ടു പ്രൊസീഡ് എഗെയിൻസ്റ്റ് ഷുവർട്ടി ഫസ്റ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ അർത്ഥം മനസ്സിലാക്കുക കാര്യം. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ. അപ്പം രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഷുവർട്ടി, ഷുവർട്ടീൻ്റെ കോൺട്രാക്റ്റ് ബൈ ദ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി. അപ്പം ഇൻവാലിഡേറ്റഡ് ആയിട്ടാണ്, അതായത് വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചതല്ല, എന്തോ ഒരു പ്രശ്നത്തിലാണ് അവസാനിപ്പിച്ചത്. അതായത് അസാധുവാക്കി കളഞ്ഞിട്ടാണ്, കോൺട്രാക്റ്റ് ചെയ്തത് അസാധുവായിപ്പോയി, വാക്ക് പറഞ്ഞത് ചിലപ്പോൾ പാലിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കേസുകളാണ് ചോദിക്കണത്. അപ്പോൾ ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ടേംസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതിലും സബായിട്ട് എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഗ്യാരൻറ്റി ഒബ്റ്റെയിൻഡ് ബൈ മിസ് റിപ്രസെൻറ്റേഷൻ, അതാണ് സെക്ഷൻ 142. ഇതൊന്നും കൂടി പറഞ്ഞുതരാം. ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഷുവർട്ടി, ഷുവർട്ടീൻ്റെ കോൺട്രാക്റ്റ് ഷുവർട്ടി തന്നെ ഡിസ്ചാർജ് ചെയ്യാണ്, അത് കളയാണ്. എങ്ങനെ? ബൈ ദ ഇൻവാലിഡേഷൻ, അസാധുവാക്കിക്കൊണ്ട്. എന്താ അസാധുവാക്കിക്കൊണ്ട്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി. ആ ഗ്യാരൻറ്റി പറഞ്ഞത് എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കരാറ് ലംഘിച്ചുണ്ടാവും. കോൺട്രാക്ട് മീൻസ് കരാർ. ആ സംഭവം വാക്ക് പറഞ്ഞത് ബ്രീച്ച് ചെയ്തുകൊണ്ട്,
അങ്ങനെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അസാധുവായി പോകും. അസാധുവായിട്ടുള്ള കോൺട്രാക്റ്റ് ആവും. ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മാറും. അപ്പോൾ ആ സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇൻവാലിഡായിട്ട് എപ്പോഴാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മാറുന്നത്, അസാധുവായിട്ട് എപ്പോഴാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി പോണേന്നറിയോ? ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ്റിപ്രസൻറ്റേഷൻ. ഓക്കെ, മിസ്റിപ്രസൻറ്റേഷൻ. ഇപ്പോൾ എൻ്റെ വാപ്പയാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെന്നെങ്കിലും വാടകയ്ക്ക് എടുത്തൊരു വാപ്പാനെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു നാടകം പോലെ കളിക്കുകയാണ്. അപ്പോൾ അതാണ് മിസ്റിപ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. വെറും പ്രസൻറ്റേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല. വെറും പ്രസൻറ്റേഷൻ അല്ല, റിപ്രസൻറ്റേഷൻ. ഇത് ഒരാൾ കൊണ്ടുവരുന്നതല്ല, ഞാൻ ഇറക്കുമതി ചെയ്യുന്നതല്ല. അതാണ് റിപ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ഫാദറിനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫാദറിനെ എവിടെയെങ്കിലും ഒപ്പിക്കില്ലേ, അതാണ്. സോ മിസ്റിപ്രസൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ്റിപ്രസൻറ്റേഷൻ, ദാറ്റ് ഈസ് സീയിങ് ഇൻ ദ സെക്ഷൻ 142. അപ്പം 142 എനി ഗ്യാരണ്ടി വിച്ച് ഹാസ്, അപ്പം 1ഉം പിന്നെ 2ൻ്റെ നടുവിലൊരു 4നെ വെച്ചതാണ് 142. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമുക്ക് ആകെ കൂടെ കുറച്ച് സെക്ഷനെ നമ്മൾ ഇതിലത്തെ പഠിക്കണുള്ളൂ. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ഒരു മടിയും കൂടാതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം കുറേ സെക്ഷനുകളുണ്ട്, അതൊന്നും നമ്മൾ നോക്കണില്ല, ആ ഭാഗത്തേക്കേ പോകണില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലുള്ളത് മാത്രം ഡീസൻ്റായിട്ട് വൃത്തിക്ക് പഠിക്കണുള്ളൂ. ഓക്കെ, അപ്പം എനി ഗ്യാരണ്ടി വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് മിസ്റിപ്രസൻറ്റേഷൻ മെയ്ഡ് ബൈ ദ ക്രെഡിറ്റർ ഓർ വിത്ത് ഹിസ് നോളജ്. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും, ഇത് എഴുതിയിരിക്കുന്ന തെറ്റാണോ, ഇതിൽ ഈ ക്രെഡിറ്റർ അല്ലല്ലോ ഇവിടെ വരേണ്ടത്, ഡെപ്റ്റർ അല്ലേ വരേണ്ടതെന്ന് വിചാരിക്കും. അത് ഞാനും അങ്ങനെ തന്നെ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ബാങ്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സപ്പോസ് ബാങ്കാണല്ലോ എപ്പോഴും ക്രെഡിറ്റർ. ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ക്രെഡിറ്ററായി മാറും. അപ്പോൾ ആ സമയത്ത് ബാങ്കിന് എന്തായാലും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷുവറിറ്റി എന്തായാലും വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡെപ്റ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെപ്റ്ററിനെ പറ്റിയിട്ട് ഡെപ്റ്റർക്ക് കടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുവറിറ്റിനെ വിളിച്ചു വരുത്തും. അപ്പം ബാങ്കിന് അറിയാം, ബാങ്ക് മാനേജർക്ക് എന്തായാലും കൊടുക്കണം എന്നാണ് ആഗ്രഹം കടം. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ഷുവറിറ്റി ആയിട്ട് നിന്നാൽ എന്തായാലും ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം അത്രയും അവസ്ഥയാണ് ഡെപ്റ്ററുടെ. അപ്പം ഡെപ്റ്റർ അല്ലെങ്കിൽ ഡെപ്റ്റർ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും, ഡെപ്റ്ററെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ബാങ്ക് നമ്മുടെ ഈ ഷുവറിറ്റിനോട് ഷുവറിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉള്ള ഒരാളായിരിക്കും. ഷുവറിറ്റിനോട് പറയും, സാരില്ല ധൈര്യം. അപ്പോൾ നമ്മളെ ഷുവറിറ്റി ചോദിക്കും, ഇയാളെങ്ങനെയാണ് പേയ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ എങ്ങനെയാണ്, ശരിക്കും തിരിച്ച് ഡിഫോൾട്ടൊന്നും ഇല്ലാണ്ട് ചെയ്തിരുന്നോ, പേയ്മെൻറ്റൊക്കെ അടച്ചിരുന്നോ, ബാക്കിയുള്ള ലോണുകളൊക്കെ നല്ല രീതിയിൽ റീപേ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാങ്ക് ശരിക്കും ഇയാൾ ഡിഫോൾട്ട് നടത്തിയിട്ടുണ്ടായിരിക്കും. ശരിക്കും ഇയാൾ ഡിഫോൾട്ട് നടത്തുന്ന ഒരാളാണ്. പക്ഷെ ബാങ്ക് പറയാണ്, ഇല്ല, ഡിഫോൾട്ടൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹി ലൈസ് അബൌട്ട് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അതാണ് മിസ്റിപ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ ക്രെഡിറ്റർ എന്ത് പറയാണ്, ഒരു മിസ്റിപ്രസൻറ്റേഷൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പോയിൻ്റ്. ഓക്കെ, ക്രെഡിറ്റർ ഇയാൾക്ക് ലോണ് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് എന്തായാലും ലോണ് കൊടുക്കണം, എന്നാലേ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹൗസ് ലോണാണെന്ന് വിചാരിക്കും. അപ്പം എന്നാലേ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഡെപ്റ്ററെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബാങ്ക് പറയും, സാരില്ല, ഇയാൾ നല്ലോണം അടയ്ക്കുന്ന ആളാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ അടയ്ക്കുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫോൾട്ട് വരുത്തണ ഒരാളാണെങ്കിൽ ഷുവറിറ്റീനെ ഇതാക്കണ പോലല്ലേ, അല്ലെങ്കിൽ ഷുവറിറ്റീനെ ഒരു മിസ്റിപ്രസൻറ്റേഷനാണല്ലോ കൊടുത്തത്. അപ്പം അത് പ്രശ്നമാണ്. ക്രെഡിറ്റർ ആയിട്ടുള്ള ബാങ്ക് മാനേജറുടെ നോളജിൽ അപ്പം ഉണ്ട് അല്ലേ, ഇങ്ങനെ ഡിഫോൾട്ട് വരുത്തുന്ന ആളാണ് നമ്മുടെ പ്രിൻസിപ്പാൾ ഡെപ്റ്റർന്ന്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, ആൻഡ് അസറ്റ്സ് ആൻഡ് കൺസേണിങ് എ മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ഇൻവാലിഡ്. ശരിക്കും ഷുവറിറ്റീൻ്റെ ഡിസിഷനെ നല്ലോണം ഈ ക്രെഡിറ്ററുടെ പറഞ്ഞ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ
ആ സമയത്ത് ക്രെഡിറ്റർ ലൈ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ കീ എലമെൻറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ തന്നെ അതാണ് ഈ കൺസേണിങ് എ മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കീ എലമെൻറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ തന്നെ, അതായത് തിരിച്ചടയ്ക്കും എന്നുള്ളത് കീ എലമെൻ്റ് ആണല്ലോ. അങ്ങനെ ഡിഫോൾട്ട് വരുത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ലോണ്. അപ്പം ആ കീ എലമെൻ്റാണ് തിരിച്ചടപ്പ് എന്നുള്ളത് അല്ലേ. അപ്പം അത് തിരിച്ചു പറയാം ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റർ ആയിട്ടുള്ള ബാങ്ക് പറയാണ് ഇയാൾ അടയ്ക്കും എന്ന്, അടയ്ക്കാത്ത ആൾ അടയ്ക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഒരു മിസ് റിപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ കീ എലമെൻറ്റ് ഓഫ് ദ ട്രാൻസാക്ഷനെയാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. ഇനിയാണ് ഗ്യാരൻറ്റി ഒബ്റ്റെയിൻഡ് ബൈ കൺസീൽമെൻറ്റ്. അപ്പോൾ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരൻറ്റി നിൽക്കാം എന്നുള്ള ഡിസിഷൻ ഷുവറിറ്റി എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പം ഗ്യാരൻറ്റി ഒബ്റ്റെയിൻഡ് ബൈ കൺസീൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, പറയേണ്ട കാര്യം പറയാതിരിക്കുക, സൈലൻ്റ് ആവുക. 143 ആണ് ഇത് പറയുന്നത് സെക്ഷൻ. എനി ഗ്യാരൻറ്റി വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിനഡ്, ക്രെഡിറ്റർ ആ ഗ്യാരൻറ്റി എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തത്, ഇവിടെ ബാങ്കാണ് ആ ഒരു ഷുവറിറ്റീൻ്റെ ഡിസിഷനെ ഒബ്റ്റെയിൻ ചെയ്തത് ബൈ മീൻസ് ഓഫ് കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുവറിറ്റിനെ വേണമായിരുന്നു. ഷുവറിറ്റി നല്ല പണക്കാരനാണ്. അപ്പോൾ പണക്കാരനോട് പറയേണ്ട കാര്യം മറച്ചു വെച്ചുകൊണ്ട് എന്നുള്ളത് ഫസ്റ്റത്തെ ആൾ, മിസ് റിപ്രസെൻറ്റേഷൻ. ഡിഫോൾട്ട് നടത്തുന്ന ആളെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാക്കി മാറ്റി, പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാക്കി മാറ്റി, അതാണ് മിസ് റിപ്രസെൻറ്റേഷൻ. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞത് വിഴുങ്ങുക, പറയേണ്ട സമയത്ത് പറയാതിരിക്കുക. അതായത് ഇപ്പം നമ്മളാളൊരു പാപ്പരായ ഒരു ഡെപ്റ്ററാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്ക് ബിസിനസ്സൊക്കെ ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാങ്കുമായിട്ട് പണ്ടനെ നല്ല അടുപ്പമുള്ളൊരു ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആണ് ബാങ്ക് മാനേജറും അതുപോലെ തന്നെ ഈ ഡെപ്റ്ററും. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ് നടത്തുന്ന ആളായിരുന്നു. അപ്പം ബിസിനസ് നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ബാങ്കിനെ അറിയാം അത് എന്തായാലും ആൾ ബിസിനസ് ഇപ്പോൾ പൊട്ടിയെന്നുള്ളോ, ബിസിനസ് ഇപ്പോൾ പൊളിഞ്ഞു എന്നുള്ളോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ സെറ്റാക്കും എന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ടാവും ബാങ്ക് ഒരു ഷുവറിറ്റീനെ കിട്ടി. അപ്പം ഷുവറിറ്റീനെ കിട്ടിയപ്പോൾ ഷുവറിറ്റീനോട് പറഞ്ഞു, ഇയാൾ നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണല്ലോ, പേരെടുത്ത ഒരാളാണ് സമൂഹത്തിൽ. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ഷുവറിറ്റി ഗ്യാരൻറ്റി നിൽക്കും. പക്ഷെ ശരിക്കും ആൾ ആ സമയത്ത് പാപ്പരായിരുന്നു. അപ്പോൾ പാപ്പരായി മീൻസ് ബാങ്ക്രപ്സി ഉള്ള ആളായിരുന്നു, അതായത് ലയബിലിറ്റീസ് മോർ ദാൻ അസറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഒരു കാര്യം മൂടി വെച്ചു, അപ്പം കൺസീൽ ചെയ്തു ആ ഒരു സമയത്ത് ഷുവറിറ്റിയുടെ നിന്ന് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ക്രൂഷ്യൽ ഇൻഫർമേഷനാണ് ഹൈഡ് ചെയ്തത്. അപ്പം കൺസീൽ ചെയ്യുക മീൻസ് ഹൈഡ് ചെയ്തത്. അപ്പോൾ ഈ കേസിലൊക്കെ ഷുവറിറ്റി എന്ന് പറയുന്നത് ഈ CEO ഓഫ് ദ കമ്പനി ആയിരിക്കും, CEO ഓഫ് ദ ബാങ്ക് ആയിരിക്കും. അപ്പോൾ ബാങ്കിൻ്റെ CEOനോട് നമ്മുടെ ഷുവറിറ്റി ആയിട്ട് ബാങ്കിൻ്റെ CEO നിൽക്കും, ഗ്യാരൻറ്റി ആയിട്ട് എന്തായാലും തിരിച്ചടയ്ക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കും. ആരുടെ ഇതിലാണ് മാനേജർ നല്ല രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. മാനേജർ എന്ന് പറഞ്ഞാലാണല്ലോ ക്രെഡിറ്റർ ഇവിടെ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. അപ്പോൾ മാനേജർ ക്രെഡിറ്ററാണ് ബാങ്കിനെ റിപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ എല്ലാ റിസ്ക്കും ബിയർ ചെയ്യുന്നത് CEO ആണല്ലോ ബാങ്കിൻ്റെ. അപ്പം ഇതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ലോണൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇയാളിങ്ങനെ ബാങ്ക്രപ്റ്റ് ആയ കാര്യം മൂടി വെക്കുന്നു, ഇൻസോൾവൻ്റ് ആയ കാര്യം മൂടി വെക്കുന്നു. അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കോൺട്രാക്റ്റൊക്കെ പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കോടതിയിൽ എൻഫോഴ്സിബിൾ ആവില്ല, ഇൻവാലിഡ് തന്നെ ആയിട്ട് നിലനിൽക്കും. ഇൻവാലിഡ് മീൻസ് അസാധുവായി പോകും. ആ ഒരു ഗ്യാരൻറ്റിക്ക് അവിടെ പ്രസക്തി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ആ കേസിൽ CEO എന്തായി മാറില്ല, ഗ്യാരൻറ്റി കൊടുത്ത പോലെ ആവില്ല എന്ന്. CEO ലയബിൾ ആവില്ല. സോ ഗ്യാരൻറ്റി ഒബ്റ്റെയിൻഡ് ബൈ കൺസീൽമെൻറ്റ്. എനി ഗ്യാരൻറ്റി വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ ദ സർക്കംസ്റ്റാൻസ് ഈസ് ഇൻവാലിഡ്. സത്യം പറഞ്ഞാൽ വലിയ ലോജിക്കില്ലാത്ത സെക്ഷനാണ് 142, 143 ഒക്കെ.
ശരിക്കും ഇത് എന്തിനാണ് ഈ ഗ്യാരണ്ടിയൊക്കെ ചെയ്യുന്നത്? ക്രെഡിറ്ററുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ. ഡെപ്റ്റ് എങ്ങാനും തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ക്രെഡിറ്റർക്ക് എന്തായാലും ആ പൈസ ഷുവർട്ടിയുടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ തന്നെ ഷുവർട്ടീനെ അറിയിക്കാതെ ഇങ്ങനെ ഡിഫോൾട്ടൊക്കെ മറച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറഞ്ഞതുപോലെ റിയലി ഐ കാൺ ഡൈജസ്റ്റ്. ഇനി പഠിക്കണം. ബട്ട് എന്തെങ്കിലും കാര്യമില്ലാണ്ട് എന്തായാലും സിലബസിൽ അത് കൊടുക്കില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിക്കുള്ള ഫ്രണ്ട്സ് തമ്മിൽ ഉള്ളതായിരിക്കില്ല, ചിലപ്പോൾ ഈ ബാങ്ക് തമ്മിലുള്ളതായിരിക്കും. ബാങ്ക് ചിലപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അങ്ങനെയാണ് ശരിക്കും റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്ക് തമ്മിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സഫറിങ്സിൻ്റെ സമയത്ത് ഇങ്ങനെ ഡെപ്റ്റർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനൊരു ഷുവർട്ടിന് ആവശ്യമുണ്ട്. അപ്പോൾ ആരും ഷുവർട്ടി ആയിട്ട് വരാനില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും. എനിവേ അത് റിയൽ ലൈഫിൽ ഉള്ളതായിരിക്കും കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. ബട്ട് ലോ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആൻഡ് അടിപൊളി സബ്ജക്റ്റാണ്. അപ്പം ബാക്കിയുള്ള പോയിൻറ്റ്സ് നോക്കാം. അപ്പം ഗ്യാരണ്ടി ഓൺ കോൺട്രാക്ട് ദാറ്റ് ക്രെഡിറ്റർ ഷാൽ നോട്ട് ആക്ട് ഓൺ ഇറ്റ് അണ്ടിൽ കോ ഷുവർട്ടി ജോയിൻസ്. അതായത് കോ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഷുവർട്ടി ഉണ്ടാവും, അപ്പം അതിൻ്റെ ഒപ്പം വേറൊരു ഷുവർട്ടിയും കൂടിയും വേണം, 2 ഷുവർട്ടി വേണം. എന്നാൽ മാത്രമേ ആ ഒരു ഇത് ഗ്യാരണ്ടി ഓക്കെ ആവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഷുവർട്ടി എ, അപ്പോൾ ഈ ഷുവർട്ടി അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഷുവർട്ടി ബി എന്ന് പറഞ്ഞ ഷുവർട്ടി അടയ്ക്കും എന്ന് പറയും. അപ്പോൾ ഇത് ആരുടെ ഷുവർട്ടിയാണ്? ഷുവർട്ടി എനെ റിപ്രസെൻ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ എൻ്റെ ഫാദർ അടയ്ക്കും എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഫാദർ ഗ്യാരണ്ടി നിന്നു, അപ്പം ഫാദറാണ് ഷുവർട്ടി എ. പക്ഷെ ഫാദറിന് വേണ്ടിയിട്ട് ഫാദർ അടയ്ക്കുന്ന അത്ര ഉറപ്പാണോ? ചിലപ്പോൾ അത്ര ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഫാദറിനെ, അപ്പോൾ ക്രെഡിറ്റർക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല ഫാദറിനെ. അപ്പോൾ ഫാദറിന് വേണ്ടിയിട്ട് വേറെ ഫാദറിൻ്റെ ബ്രദർ ഉണ്ടാവും. അപ്പോൾ ബ്രദർ പറയും ഇനിയിപ്പോൾ ഫാദർ തന്നില്ലെങ്കിൽ പോട്ടെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഫാദർക്ക് ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ ആ ആളാണ് കോ ഷുവർട്ടി. കോ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഹൂ ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗ്യാരൻറ്റിയിങ് ടു റീപേ ദ ഡെപ്റ്റ്. അപ്പം 2 പേരും ഒന്നിച്ച്, ഇപ്പോൾ ചിലപ്പോൾ 1 crore വേണ്ടിയിട്ടായിരിക്കും ഗ്യാരണ്ടി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ 50 crore ഒരാൾ ഗ്യാരണ്ടി നിൽക്കും, ഒരു 50 crore മറ്റാൾ ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ 2 പേരും ഷെയർ ദ ലയബിലിറ്റി ടു റീപേ ദ ഡെപ്റ്റ്. അപ്പം അങ്ങനെ നമുക്ക് വിചാരിക്കാം കോ ഷുവർട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അപ്പം ക്രെഡിറ്റർ 2 പേര് ജോയിൻ ചെയ്താൽ മാത്രമേ പൈസ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. കോ ഷുവർട്ടി ജോയിൻ ചെയ്താൽ മാത്രമേ, ആ രണ്ടാമത്തെ ഷുവർട്ടിയും കൂടെ ജോയിൻ ചെയ്താൽ മാത്രം ക്രെഡിറ്റർ പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാരണ്ടി ഓൺ കോൺട്രാക്ട് ദാറ്റ് ക്രെഡിറ്റർ ഷോൾ നോട്ട് ആക്ട് ഓൺ ഇറ്റ് അണ്ടിൽ കോ ഷുവർട്ടി ജോയിൻസ്. അപ്പം കോ ഷുവർട്ടി ജോയിൻ ചെയ്താൽ മാത്രം ക്രെഡിറ്റർ കൊടുത്താൽ മതി. അതാണ് സെക്ഷൻ 144. അപ്പോൾ വേർ എ പേഴ്സൺ ഗീവ്സ് എ ഗ്യാരണ്ടി അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദ ക്രെഡിറ്റർ ഷാൾ നോട്ട് ആക്ട് അപ്പോൺ ഇറ്റ് അണ്ടിൽ അനദർ പേഴ്സൺ ഹാസ് ജോയിൻഡ് ഇൻ ഇറ്റ് ആസ് കോ ഷുവർട്ടി. ദ ഗ്യാരണ്ടി ഈസ് നോട്ട് വാലിഡ് ഇഫ് ദാറ്റ് അതർ പേഴ്സൺ ഡസ് നോട്ട് ജോയിൻ. അപ്പം ഗ്യാരണ്ടി വാലിഡ് ആവൂല. എപ്പോഴാണ് വാലിഡ് ആവാത്തത്? അതർ പേഴ്സണ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ ഈ ഗ്യാരണ്ടി ഓഫ് കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവുന്നത്, അസാധുവായി പോകുന്നതായിരുന്നു. അസാധു ആവുക ഈ 3 കേസിലാണ്. ഒന്ന്, മിസ് റിപ്രസെൻറ്റേഷൻ ചെയ്താൽ ക്രെഡിറ്റർ തന്നെ, അതായത് ഇമ്പോർട്ടൻ്റ് കാര്യം ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഷുവർട്ടി. പിന്നെ രണ്ടാമത്തത് ഈ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വേണ്ട കാര്യം ക്രൂഷ്യൽ ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൺസീൽ മീൻസ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തതാണ് കോ ഷുവർട്ടി ആയ രണ്ടാമത്തെ ആളും കൂടെ ജോയിൻ ചെയ്താൽ മാത്രം പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ ഷുവർട്ടി ജോയിൻ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പ്രോമിസ് ഉണ്ടാവുമല്ലോ, വരെയുള്ള ആ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ആളും കൂടി ജോയിൻ ചെയ്താൽ മാത്രമാണ് വാലിഡായിട്ട് മാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ബൈ.